ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് അത്ഭുത സ്വപ്നം. എങ്കിൽ വേഗം കഥയിലോട്ട് പോകാം. ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്. അവിടെ അപ്പനും അമ്മയ്ക്കുമൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുട്ടിയാണ് ജോമോൻ. ജോമോന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ അവൻ പറയും അത് ഈശോയാണെന്ന്. എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞു വന്നാൽ ജോമോൻ നേരെ ഓടുന്നത് അടുത്തുള്ള പഴയൊരു പള്ളിയിലേക്കായിരുന്നു. അവിടെ അൾത്താരക്കരികിലുള്ള ഈശോയുടെ രൂപത്തിന് മുന്നിലിരുന്ന് അവൻ തൻ്റെ അന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. ഈശോയെ, ഇന്ന് ക്ലാസ്സിൽ കണക്ക് ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ. ഈശോയെ, ഇന്ന് ഉച്ചയ്ക്ക് അമ്മ എനിക്ക് മീൻകറിയാണ് തന്നുവിട്ടത്. എന്നിങ്ങനെ എല്ലാ കുഞ്ഞു വിശേഷങ്ങളും അവൻ ഈശോയുമായി പങ്കുവയ്ക്കുമായിരുന്നു. ഈശോ അത് കേട്ട് പുഞ്ചിരിക്കുകയാണെന്ന് അവന് തോന്നുമായിരുന്നു. പെരുന്നാൾ വരാൻ ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാരെല്ലാം പുതിയ വസ്ത്രങ്ങളെക്കുറിച്ചും ഷൂസിനെക്കുറിച്ചും സംസാരിക്കുകയാണ്. ജോമോൻ തന്റെ ചെരുപ്പുകളിലേക്ക് നോക്കി. അവ ഒട്ടേറെ തവണ തുന്നിച്ചേർത്തവയായിരുന്നു. പലയിടത്തും തേഞ്ഞു തീർന്നിരിക്കുന്നു. വഴിയിലെ കല്ലുകൾ പാദത്തിൽ തറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം പള്ളിയിൽ പോയപ്പോൾ ജോമോൻ ഈശോയോട് സങ്കടത്തോടെ പറഞ്ഞു, ഈശോയെ, എല്ലാവർക്കും പുതിയ ചെരുപ്പുണ്ട്, എനിക്ക് മാത്രം ഈ പഴയ ചെരുപ്പാണ്. എൻ്റെ അപ്പൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. നീ എനിക്കൊരു പുതിയ ചെരുപ്പ് തരുമോ? നിനക്ക് വലിയ അധികാരമെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ അവൻ ഈശോയുമായി സംസാരിച്ചു. പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ അവൻ ഓരോ കടയുടെ മുന്നിലും നിന്നു. തിളങ്ങുന്ന ചുവന്ന സ്ട്രാപ്പുള്ള ഒരു പുതിയ ചെരുപ്പ് അവൻ്റെ കണ്ണിലുടക്കി. ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൻ കൊതിയോടെ ആഗ്രഹിച്ചു. അടുത്ത ദിവസം സ്കൂൾ വിട്ടു വരുമ്പോൾ കഠിനമായ വെയിലായിരുന്നു. റോഡിലെ ടാർ ഉരുകി ഒട്ടുന്ന ചൂട്. ജോമോൻ വേഗത്തിൽ നടക്കുമ്പോൾ വഴിയരികിൽ തളർന്നിരിക്കുന്ന ഒരു ബാലനെ കണ്ടു. അവനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു കുട്ടി. മുഷിഞ്ഞ വസ്ത്രം, വിശന്നു തളർന്ന മുഖം. ഏറ്റവും സങ്കടകരമായ കാഴ്ച അവൻ്റെ കാലുകളായിരുന്നു. ചെരുപ്പില്ലാതെ നടന്ന ആ കുഞ്ഞു പാദങ്ങൾ പൊള്ളി നീറുന്നുണ്ടായിരുന്നു. ചൂട് സഹിക്കാനാവാതെ അവൻ റോഡരികിലെ ഒരു ചെറിയ പുല്ലിൽ മാറി നിൽക്കുകയാണ്. ജോമോൻ ആദ്യമൊന്ന് മടിച്ചു. തൻ്റെ ചെരുപ്പ് പഴയതാണ്, പക്ഷേ അത് ഊരി നൽകിയാൽ തനിക്ക് നഗ്നപാതനായി നടക്കേണ്ടി വരും. റോഡിലെ ചൂട് തൻ്റെ കാലുകളെയും പൊള്ളിക്കും. എന്നാൽ ആ കുട്ടിയുടെ കണ്ണിലെ കണ്ണുനീർ കണ്ടപ്പോൾ ജോമോന്റെ ഉള്ളിൽ ഈശോയുടെ വാക്കുകൾ മുഴങ്ങി. എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ജോമോൻ പിന്നെ ഒട്ടും ആലോചിച്ചില്ല. അവൻ തൻ്റെ ചെരുപ്പുകൾ ഊരി ആ കുട്ടിയുടെ മുന്നിൽ വെച്ചു. ഇതിട്ടോളൂ, നിനക്ക് നടക്കാൻ പ്രയാസമുണ്ടാകില്ല, ജോമോൻ പറഞ്ഞു. ആ കുട്ടി അത്ഭുതത്തോടെ ജോമോനെ ഒന്ന് നോക്കി. ആ പഴയ ചെരുപ്പുകൾ ധരിച്ചപ്പോൾ അവന്റെ മുഖത്തുണ്ടായ ആശ്വാസവും ചിരിയും ലോകത്തിലെ ഏറ്റവും വലിയ നിധിയായി ജോമോന് തോന്നി. കാലുകൾ പൊള്ളുന്നുണ്ടായിരുന്നുവെങ്കിലും ജോമോൻ ഓടി പള്ളിയിലെത്തി. ഈശോയുടെ രൂപത്തിന് മുന്നിൽ നിന്ന് അവൻ പറഞ്ഞു, ഈശോയെ, എനിക്ക് പുതിയ ചെരുപ്പൊന്നും കിട്ടിയില്ല. ഉള്ളത് ഞാൻ നിന്റെ ഒരു കൂട്ടുകാരന് കൊടുത്തു. ഇനി കുറച്ചു കാലം കൂടി ഞാൻ വെറും കാലോടെ നടന്നുകൊള്ളാം. നീ വിഷമിക്കണ്ട കേട്ടോ. അന്ന് രാത്രി ജോമോൻ ഒരു മനോഹരമായ സ്വപ്നം കണ്ടു. സ്വർഗീയ പ്രകാശത്തിൽ ഈശോ അവന്റെ അരികിലേക്ക് വരുന്നു. ഈശോയുടെ കാലുകളിലേക്ക് നോക്കിയ ജോമോൻ ഞെട്ടിപ്പോയി. താൻ ആ കുട്ടിക്ക് കൊടുത്ത അതേ പഴയ തുന്നിച്ചേർത്ത ചെരുപ്പുകളാണ് ഈശോയും ധരിച്ചിരിക്കുന്നത്. ഈശോ ജോമോന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മകനെ, ഇന്ന് നീ തന്ന ചെരുപ്പുകൾ ഇട്ടപ്പോൾ എൻ്റെ പാദങ്ങളിലെ മുറിവുകൾ നന്നായി ഉണങ്ങി കേട്ടോ. നീ കാണിച്ച സ്നേഹമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആ സമ്മാനം. പിറ്റേന്ന് രാവിലെ ജോമോൻ ഉണർന്നപ്പോൾ വീട്ടിൽ വലിയൊരു സന്തോഷ വാർത്ത അവനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. ജോമോന്റെ അപ്പൻ പണ്ട് ഒരാളെ സഹായിച്ചിരുന്നു. അദ്ദേഹം വിദേശത്തുനിന്ന് മടങ്ങി വന്നപ്പോൾ അപ്പന് കുറച്ച് പണവും ജോമോന് വേണ്ടി ഒരു വലിയ പെട്ടിയും നൽകിയിരുന്നു. ജോമോൻ ആ പെട്ടി തുറന്നപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയി. അവൻ കടയിൽ കണ്ടതിനേക്കാൾ മനോഹരമായ തിളങ്ങുന്ന പുതിയ ഒരു ജോഡി ചെരുപ്പ്. ഈശോ തന്റെ പ്രാർത്ഥന കേട്ടുവെന്ന് മാത്രമല്ല, തന്റെ കുഞ്ഞു നന്മയ്ക്ക് വലിയൊരു സമ്മാനം നൽകുകയും ചെയ്തുവെന്ന് അവന് മനസ്സിലായി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈശോ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ? പള്ളികളിലും രൂപങ്ങളിലും മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ടവരിലും കഷ്ടപ്പെടുന്നവരിലുമാണ് ഈശോ വസിക്കുന്നത്. നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയെ തന്നെയാണ് സേവിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തും നമുക്കും മറ്റുള്ളവരിലേക്ക് കാരുണ്യത്തിൻ്റെ പാദമുദ്രകൾ പതിപ്പിക്കാം.
എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് അടുത്ത കഥയുമായി വീണ്ടും കാണാം.